30th മെയ്യിൽ വെൻഡർ ട്രാൻസാക്ഷൻസ് ആയിരുന്നു നമ്മൾ പറഞ്ഞത്. അപ്പോൾ വെൻഡർ ഗ്രൂപ്പ്, വെൻഡർ നമ്പർ റേഞ്ച്, അതിന്റെ അസൈൻമെന്റ് കഴിഞ്ഞിട്ട് നമ്മൾ വെൻഡർ ട്രാൻസാക്ഷൻ, പർച്ചേസ് റിട്ടേൺ, ഈ രണ്ട് സിറ്റുവേഷൻ ആണ് ഡിസ്കസ് ചെയ്തത്. ഇനി പർച്ചേസ് റിട്ടേൺ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിഫോർ മേക്കിംഗ് പേയ്മെന്റ്, പൈസ കൊടുക്കുന്നതിന് മുമ്പ് റിട്ടേൺ ചെയ്തത്. അവിടെ ഉണ്ടായിരുന്ന സിറ്റുവേഷൻ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പിന്നീട് പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് റിട്ടേൺ എമൗണ്ട് കുറച്ചിട്ടായിരിക്കും പേയ്മെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതായിരുന്നു സിറ്റുവേഷൻ. അതായത് 20,000 സാധനം പർച്ചേസ് ചെയ്തു, അതിൽ നിന്ന് 5,000 റിട്ടേൺ പോയി, ബാക്കി 15,000 രൂപയാണ് പേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇതായിരുന്നു ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഇനിയിപ്പോ നമുക്ക് പർച്ചേസിൽ പറയേണ്ട ഒരു പോയിന്റ് ഇതാണ്, ആഫ്റ്റർ മേക്കിംഗ് പേയ്മെന്റ്. പേയ്മെന്റിന് ശേഷം റിട്ടേൺ വരുന്നു. അപ്പൊ ഇവിടെ നമ്മളിപ്പോ ചെയ്യാൻ പോകുന്ന സിറ്റുവേഷൻ, ഫസ്റ്റ് ആദ്യം നമുക്കൊരു പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ഫ്രം വെൻഡർ. തൽക്കാലം എന്റെ കമ്പനിയിൽ വെൻഡർ 1 മാത്രമുണ്ട്, അപ്പൊ അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. വെൻഡർ 1 for rupees 20,000. ഇതാണ് ഫസ്റ്റ് ട്രാൻസാക്ഷൻ. അത് റെക്കോർഡ് ചെയ്യേണ്ടത് F-43 എന്നുള്ള ടി കോഡിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. F-43 ഓൾറെഡി നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്ക്രീൻഷോട്ട് ഇപ്പൊ ആഡ് ചെയ്യാനുള്ള. F-43യിലാണ് എല്ലാ പർച്ചേസും റെക്കോർഡ് ചെയ്യുന്നത്. 20,000 പർച്ചേസ് ആണ്. ഓക്കെ, ഇനി ഇവിടെ പോസ്റ്റിംഗ് കീ 31-ല് ഏത് വെൻഡറിന്റെ കയ്യിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത്. നിലവിൽ എന്റെ കമ്പനിയിൽ വെൻഡർ 1 മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ആ വെൻഡറിനെ സെലക്ട് ചെയ്യുന്നു. ഹെഡർ ടെക്സ്റ്റില് പർച്ചേസ്. ഓക്കെ, ഫസ്റ്റ് വെൻഡർ ആഡ് ചെയ്തു, വെൻഡറിന്റെ എമൗണ്ട്, നറേഷൻ. ഇനി നെക്സ്റ്റ് പോസ്റ്റിംഗ് 40-ല് ഡെബിറ്റില് വരുന്ന അക്കൗണ്ട് എന്ന് പറയുന്നത് പർച്ചേസ് അക്കൗണ്ട് ആയിരിക്കും. അപ്പൊ നമ്മൾ ആദ്യം കൊടുത്തത് വെൻഡർ 1, വെൻഡറിന്റെ അക്കൗണ്ടിലേക്കുള്ള എമൗണ്ട്, നറേഷൻ, പിന്നെ നെക്സ്റ്റ് പർച്ചേസ് ലെജർ കൊടുത്തു. എന്റെ സിസ്റ്റത്തിൽ 4,001 പറയുന്ന പർച്ചേസ് അക്കൗണ്ടാണ്, അതിന്റെ എമൗണ്ട്, നറേഷൻ എല്ലാം കഴിഞ്ഞിട്ട് സ്ക്രീൻ സേവ് ചെയ്യാം. ഓക്കെ, സോ
ഓക്കെ, അപ്പൊ ഫസ്റ്റ് ട്രാൻസാക്ഷൻ ഇതായിരുന്നു, പർച്ചേസ് ചെയ്തു. അതാണ് ഇവിടെ ഇപ്പൊ റെക്കോർഡ് ചെയ്തത്. ഇനി നെക്സ്റ്റ് പേയ്മെന്റ് ആണ് ഇവിടെ ഇപ്പൊ ചെയ്യുന്നത്, വെൻഡർ പേയ്മെന്റ്. ഓക്കെ, അപ്പൊ വെൻഡർ പേയ്മെന്റിൽ നമ്മളിപ്പോ ചെയ്യുന്നത് 20,000 റുപ്പീസ് പേ ചെയ്യുന്നു, അതാണ് സിറ്റുവേഷൻ. അപ്പോ വെൻഡർ പേയ്മെന്റ് ചെയ്യുന്നത് F-53 എന്നുള്ള ഡീകോഡിലാണ്. F-53. ഓക്കെ, F-53യിലേക്ക് വരാം. ഇവിടെ എന്നാണ് പേ ചെയ്യുന്നത്? 3rd ജൂണില്. ഹെഡർ ടെക്സ്റ്റ് വെൻഡർ പേയ്മെന്റ്, ക്ലിയറിംഗ് ടെക്സ്റ്റും വെൻഡർ പേയ്മെന്റ്. ഇനി അക്കൗണ്ടില് ക്യാഷ് വഴിയാണോ ബാങ്ക് വഴിയാണോ പേ ചെയ്യുന്നത്? ഓക്കെ, ക്യാഷ് വഴി പേ ചെയ്യുന്ന എമൗണ്ട് 20,000 ആണ് പേ ചെയ്യുന്നത്, കാരണം ഫുൾ എമൗണ്ട് പേ ചെയ്യുന്നുണ്ട്. അതിന്റെ നറേഷനും ആഡ് ചെയ്യാം. ഇനി അക്കൗണ്ടില് ഏത് വെൻഡർക്കാണ് പൈസ കൊടുക്കുന്നത്? നിലവിൽ ഇപ്പോൾ ഒറ്റ വെൻഡർ ഉള്ളൂ, അതുകൊണ്ട് വെൻഡർ 1 പേയ്മെന്റ് ചെയ്യുന്നു. ഇനി എന്റെ കീ പ്രസ് ചെയ്യുമ്പോൾ സിസ്റ്റം പറയും 20,000 ആണ് പേ ചെയ്യാനുള്ളത്. നിങ്ങൾ എന്റർ ചെയ്തത് 20,000 തന്നെ അതിന്റെ പേയ്മെന്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യും. ഓക്കെ, ഇനി സേവ് ചെയ്യാം. ഓക്കെ, ഇനി സ്ക്രീൻ സേവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് സിറ്റുവേഷനിലേക്ക് പോവാം. അതാണ് പർച്ചേസ് റിട്ടേൺ എന്ന് പറയുന്നത്. ഇപ്പോ റിപ്പോർട്ട് ചെക്ക് ചെയ്ത് നോക്കി കഴിയുമ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെക്ക് വെൻഡർ PL1. ഓക്കെ, അപ്പോൾ സിസ്റ്റത്തിന്റെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് നമുക്ക് ഇന്നത്തെ മാത്രം ഡാറ്റ നോക്കാം. ഇപ്പൊ തൽക്കാലം ഇന്നത്തെ മാത്രം റിപ്പോർട്ട് എടുക്കണുള്ളൂ. അപ്പൊ ഇന്നത്തെ മാത്രം റിപ്പോർട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഡേറ്റ് കൊടുത്താൽ മതി, ഇന്നത്തെ ഡേറ്റ് 3rd ജൂൺ. ഓക്കെ, അപ്പൊ ഇതായിരിക്കും വെൻഡർ റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതായത് ഇവിടെ പർച്ചേസ് ചെയ്തു, വെൻഡറിന്റെ പേയ്മെന്റ് ചെയ്തു, അതാണ് സിറ്റുവേഷൻ. സ്റ്റാറ്റസ് ഇങ്ങനെ ഗ്രീൻ ആയിട്ട് വന്നിട്ടുണ്ടാവും, ഫുൾ പേയ്മെന്റ്. ഓക്കെ, ഇനി ഇങ്ങനെ നിൽക്കുന്ന സിറ്റുവേഷനിലാണ് നമ്മുടെ കമ്പനി പർച്ചേസ് റിട്ടേൺ ചെയ്യുന്നത്. അതാണ് നെക്സ്റ്റ് സിറ്റുവേഷൻ. റിട്ടേൺഡ് goods worth ₹5,000. ഇതാണ് സിറ്റുവേഷൻ വിചാരിക്കുക. പർച്ചേസ് റിട്ടേൺ ചെയ്തു. ഓക്കെ, അപ്പൊ ഒരു 5,000 റുപ്പീസിന്റെ മെറ്റീരിയൽ റിട്ടേൺ ചെയ്യുമ്പോൾ F-41 എന്നുള്ള ഡീകോഡിൽ പോവാം. ഏകദേശം പർച്ചേസിന്റെ സെയിം വിൻഡോ തന്നെയാണ്, പക്ഷെ പേര് വ്യത്യാസമുണ്ട്. ക്രെഡിറ്റ് മെമ്മോ എന്നാണ് അതിന്റെ പേര്. ഇവിടെ ഡേറ്റ് കൊടുക്കുക.
ഇനി പർച്ചേസ് റിട്ടേൺ. ഓക്കെ, ഇനി ഇവിടെ വരുന്ന പോസ്റ്റിംഗ് കീ 21 എന്നാണ്. പോസ്റ്റിംഗ് കീ 21 എന്ന് പറയുന്നത് ഡെബിറ്റ് വെൻഡർ എന്നാണ് പോസ്റ്റിംഗ് കീ 21ന്റെ മീനിങ്. VD വെൻഡർ ഡെബിറ്റ് എന്നാണ് കിടക്കുന്നത്. കാരണം ജേണൽ എൻട്രിയിൽ എങ്ങനെയായിരിക്കും വരുന്നത്. ഇനി ആ ഒരു ലോജിക്ക് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ ഏത് വെൻഡർക്കാണ് തിരിച്ചു കൊടുക്കുന്നത് ആ ഒരു ലോജിക്കൽ ചിന്തിക്കുക. ഇവിടെ സാധനം തിരിച്ചു കൊടുക്കുന്നത് വെൻഡർ 1-നാണ്. അപ്പോൾ വെൻഡർ 1 സെലക്ട് ചെയ്യുക. എന്താ നമ്മൾ റിട്ടേൺ കൊടുക്കുന്നത് 5000 റുപ്പീസിന്റെ ഐറ്റംസ് ആണ്. സോ 5000 നറേഷൻ പർച്ചേസ് റിട്ടേൺ. ഇനി ഡെബിറ്റ് വെൻഡർ ആണെങ്കിൽ നെക്സ്റ്റ് ക്രെഡിറ്റ് ആണ് വരുന്നത്. അതുകൊണ്ട് പോസ്റ്റിംഗ് കീ 50 വെക്കാം. 50-ല് പർച്ചേസ് റിട്ടേൺ ലെഡ്ജർ ആണ് വെക്കേണ്ടത്. ഓക്കെ, ഇവിടെ പർച്ചേസ് റിട്ടേൺ ലെഡ്ജർ ഉണ്ട്, അതുകൊണ്ട് ആ റിട്ടേൺ ലെഡ്ജർ സെലക്ട് ചെയ്തു. ഓക്കെ, അപ്പൊ ഇവിടെ പർച്ചേസ് റിട്ടേൺ ലെഡ്ജർ ആക്കി സേവ് ചെയ്തു. ഓക്കെ, ആ ട്രാൻസാക്ഷൻ സേവ് ആയി. ഇനി റിപ്പോർട്ട് വീണ്ടും ഒന്ന് എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ FBL1N, അതായത് ഇവിടെ ലിസ്റ്റ് ചെയ്യുന്ന റിഫ്രഷ് എടുത്ത് നോക്കിയാലും മതി. ഓക്കെ, സിസ്റ്റത്തിന്റെ കണക്കനുസരിച്ച് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുന്നത്. അതായത് ഒരു റെഡ് കളറിലുള്ള ഒരു സംഭവം കൂടെ എക്സ്ട്രാ കയറി തന്നിട്ടുണ്ടാവും. 5000 റുപ്പീസിന്റെ സാധനങ്ങൾ നമ്മൾ വെൻഡർ 1-ലേക്ക് തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു എമൗണ്ട് വെൻഡർ നമുക്ക് തരുവാനായിട്ട് ഉണ്ട്. അതാണ് സിറ്റുവേഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ കാണുന്നത് can see that 5000 is refundable by the vendor. ഓക്കെ, അപ്പൊ വെൻഡർ നമുക്ക് 5000 തരാനുണ്ട്. അങ്ങനെയാണ് നമ്മൾ റിപ്പോർട്ട് നോക്കുമ്പോഴും ഇവിടെ കാണുന്നത് 5000 പെൻഡിങ് ആണ് വെൻഡറിന്റെ കയ്യിൽ. ഓക്കെ, അപ്പോ നെക്സ്റ്റ് സിറ്റുവേഷൻ ആണ് വെൻഡർ റീഫണ്ട് ആണ് തരുന്നതെങ്കിൽ ഈ ഒരു പേയ്മെന്റിന്റെ ട്രാൻസാക്ഷൻ കൂടി വരും. അതേസമയം റീഫണ്ട് അല്ല, വെറുതെ ബില്ലിലേക്കുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണെങ്കിൽ സെപ്പറേറ്റ് ചെയ്യേണ്ട, ഓൾറെഡി റിപ്പോർട്ടിൽ അഡ്ജസ്റ്റഡ് ആയി പോകും. കാരണം ബാലൻസിൽ വ്യത്യാസം വന്നോളൂ. ഒരു എക്സ്ട്രാ ഒരു ബില്ലും കൂടി വരുമ്പോൾ അതായിട്ട് അഡ്ജസ്റ്റ് ആയി പൊക്കോളും. ഇവിടെ പക്ഷേ റീഫണ്ട് ആണ് സിറ്റുവേഷൻ. സോ നെക്സ്റ്റ് ഇനിയിപ്പോ റെക്കോർഡ് ചെയ്യേണ്ട ട്രാൻസാക്ഷൻ ഇതാണ്. Vendor 1 refunds rupees 5000. ഇതാണ് ട്രാൻസാക്ഷൻ. ഓക്കെ, അപ്പൊ റീഫണ്ട് ചെയ്യുമ്പോൾ F-52 ഇതാണ് T കോഡ്. ഈ F-52 വരാം. ഡേറ്റ് ഹെഡർ ആയിട്ട് വെൻഡർ റീഫണ്ട് എന്ന് ടൈപ്പ് ചെയ്യാൻ തിരിച്ചറിയാനായിട്ട്. ബാക്കി പേയ്മെന്റിന്റെ സമയത്ത് ചെയ്യുന്ന പോലെ ബാങ്ക് ഡാറ്റയിൽ ക്യാഷ് വഴിയാണോ ബാങ്ക് വഴിയാണോ പൈസ കിട്ടുന്നത്. ഇവിടെ ഇപ്പൊ ക്യാഷ് സെലക്ട് ചെയ്തു. പിന്നെ എത്രയാണ് റീഫണ്ട് കിട്ടുന്നത് അതിന്റെ നറേഷനും ആഡ് ചെയ്യാം. പിന്നെ ഓപ്പൺ ഐറ്റം സെലക്ഷനിൽ ഏത് വെൻഡറാണ് നമുക്ക് റീഫണ്ട് തരുന്നത്. വെൻഡർ 1 ആണ് റീഫണ്ട് തരുന്നത്. പേയ്മെന്റ് പോലെ തന്നെയാണ് റീഫണ്ടും. ജസ്റ്റ് ക്യാഷും ഏത് വെൻഡറാണ് പൈസ തരുന്നത് അത്രയും കാര്യങ്ങൾ ഫില്ല് ചെയ്യാം. എൻ്റർ. എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ
സിസ്റ്റം പറയും 5000 ആണ് റീഫണ്ട് വരേണ്ടത്, നിങ്ങൾ എൻ്റർ ചെയ്ത എമൗണ്ടും 5000 തന്നെയാണ്. സേവ് ചെയ്യുക. ഓക്കെ, സ്ക്രീൻ സേവ് ചെയ്യാം. ഓക്കെ, സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും റിപ്പോർട്ട് എടുത്ത് നോക്കാം. BL1N. ഓക്കെ, റിപ്പോർട്ട് എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുന്നത്. നേരത്തെ റെഡിലായിരുന്നത് ഇപ്പൊ ഗ്രീൻ ആയിട്ടുണ്ടാവും. വെൻഡർ റീഫണ്ട് തരും. ഓക്കെ, അപ്പോൾ അതാണ് പർച്ചേസ് റിട്ടേണിന്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതോടെ നമ്മുടെ നോർമൽ പർച്ചേസ് റിട്ടേൺ സിറ്റുവേഷൻ കംപ്ലീറ്റ് ആവും. നമുക്ക് നെക്സ്റ്റിന് ഇപ്പൊ പറയാനുള്ളത് ഓക്കെ ചില സ്പെഷ്യൽ കേസസ് ആണ്. അതിലൊന്നാണ് വെൻഡർ ഡൗൺ പേയ്മെന്റ് എന്ന് പറയും. ഡൗൺ പേയ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ബീസ്ലി അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലുണ്ടായിരുന്നു ഒരു അഡ്വാൻസ് എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. മുൻകൂറായിട്ട് നമ്മൾ പൈസ കൊടുക്കും. SAPയുടെ ലാംഗ്വേജിൽ അതിനെ ഡൗൺ പേയ്മെന്റ് എന്നാണ്, അതായത് അഡ്വാൻസ് എന്ന് പറഞ്ഞ വാക്കില്ല. SAPയുടെ ഇതിനെ ഡൗൺ പേയ്മെന്റ് എന്നാണ് പറയുന്നത്. ഡൗൺ പേയ്മെന്റിന്റെ സിറ്റുവേഷനിൽ എങ്ങനെ ഓരോ നോക്കാം. ഓക്കെ, അപ്പോ അഡ്വാൻസ് പേയ്മെന്റിനെയാണ് ഡൗൺ പേയ്മെന്റ് എന്ന് പറയുന്നത്. ഇനി SAPയിൽ ഡൗൺ പേയ്മെന്റിന്റെ സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലെഡ്ജർ ക്രിയേഷൻ മുതലാണ്. അതായത് അഡ്വാൻസ് എമൗണ്ട് സൂക്ഷിക്കാനായിട്ട് നമ്മുടെ ഒരു അക്കൗണ്ട് വേണം. ഓക്കെ, അപ്പൊ സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു കാര്യം മുതലായിരിക്കും. ഓക്കെ, അഡ്വാൻസ് ടു വെൻഡർ എന്നുള്ള പേരിൽ ഒരു GL അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഇനി മുൻകൂർ കൊടുക്കുന്ന അഡ്വാൻസ് എന്ന് പറയുന്നത് നമുക്ക് അസറ്റ് ആണ്. സോ കറണ്ട് അസറ്റിന്റെ അണ്ടറിലായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം SAPയിൽ ചെയ്യുമ്പോൾ /FS00. ഓക്കെ, ഒന്നല്ലെങ്കിൽ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു അക്കൗണ്ടിന്റെ കോപ്പി എടുക്കാം. അതിനോട് ഇപ്പോൾ തൽക്കാലം ക്യാഷിന്റെ കോപ്പി എടുക്കുകയാണ്. 2504 കൊടുക്കാം. ഓക്കെ, ലെഡ്ജറിന്റെ പേര് അഡ്വാൻസ് ടു വെൻഡർ. ഓക്കെ, ഫസ്റ്റ് പേജിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ജസ്റ്റ് കറണ്ട് അസറ്റ് ആണ്, ബാലൻസ് ഷീറ്റിൽ വരുന്നു, പേര്, മെയിൻ കമ്പനി കോഡ്, ഇത്രയും കാര്യങ്ങൾ ഫില്ല് ചെയ്യാം. നെക്സ്റ്റ് കൺട്രോൾ ഡാറ്റയിലേക്ക് പോകുമ്പോൾ ഓക്കെ, ഇവിടെ ഒന്ന് റീകൺസിലേഷൻ അക്കൗണ്ട് വെൻഡർ ആക്കണം. ഓക്കെ, അതെ, റീകൺസിലേഷൻ അക്കൗണ്ട് വെൻഡേഴ്സ് ആക്കണം. ഓക്കെ, ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അതായത് റീകൺസിലേഷൻ അക്കൗണ്ട് വെൻഡർ ആക്കണം, സോർട്ട് കീം ആഡ് ചെയ്യണം. ഇനി
ക്രിയേറ്റ് ബാങ്ക് ഓർ ഇൻട്രസ്റ്റിൽ പോകുമ്പോൾ ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പ് വെൻഡർ ആയിട്ട് ഓക്കെ. ക്രിയേറ്റ് ബാങ്ക് ഓർ ഇൻട്രസ്റ്റിൽ ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പ് പല വെൻഡേഴ്സിന്റെയും അഡ്വാൻസ് ഈ ഒരു അക്കൗണ്ടിലായിരിക്കും സൂക്ഷിക്കുന്നത്. അപ്പൊ എല്ലാ വെൻഡേഴ്സിന്റെയും അക്കൗണ്ട് അഡ്വാൻസ് ഇതിലായിരിക്കും. അപ്പൊ ഇതൊരു റീകൺസിലിയേഷൻ അക്കൗണ്ട് പോലെയാണ്. അതായത് ഇപ്പൊ നമ്മൾ സൺട്രി ക്രെഡിറ്റർ ക്രിയേറ്റ് ചെയ്തപ്പോഴും G067 എന്നുള്ള ഈ കോഡാണ് യൂസ് ചെയ്തത്. ഇതിന്റെ സെറ്റിംഗ്സ് ആണ് വേണ്ടത്. അഡ്വാൻസിനും ഈ ഒരു G067 എന്നുള്ള കോഡ് തന്നെയാണ് വേണ്ടത്. ഓക്കെ, ഇതിൽ ഈ ബാലൻസ് ലോക്കൽ കറൻസി ടിക്ക് ചെയ്യാൻ പറ്റില്ല, മാറ്റിയിടാം. കൺട്രോൾ ഡാറ്റയിൽ ഈ ഉള്ളി ബാലൻസ് ലോക്കൽ കറൻസി എന്ന് പറഞ്ഞൊരു കാര്യം കിടപ്പുണ്ടാവും. അതുണ്ടെങ്കിൽ സിസ്റ്റം സേവ് ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പൊ അത് ഇഷ്യൂ ആയിട്ട് വരികയാണെങ്കിൽ അതൊന്ന് മാറ്റിയിടാം. ഓക്കെ, അങ്ങനെ ഇപ്പോ അഡ്വാൻസ് ടു വെൻഡർ എന്നുള്ള ലെഡ്ജർ ഒരെണ്ണം ഇപ്പൊ ക്രിയേറ്റ് ചെയ്യും. ഇതിലായിരിക്കും എല്ലാ വെൻഡേഴ്സിന്റെ അഡ്വാൻസ് നമുക്ക് സൂക്ഷിച്ചു വെക്കും. ഫസ്റ്റ് സ്റ്റെപ്പ് അതായിരുന്നു. അത് കഴിഞ്ഞു. ഇനിയിപ്പോ ഇത് പല സിറ്റുവേഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 3 സിറ്റുവേഷനോളം എന്തുണ്ട്, 3 സിറ്റുവേഷൻ ഉണ്ട്. നമുക്ക് പറയാൻ പറ്റുന്ന 3 സിറ്റുവേഷൻ ചെയ്യും. ഓക്കെ, അപ്പൊ അതില് സിറ്റുവേഷൻ 1 ആണ് ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് സിറ്റുവേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻവോയ്സ് എമൗണ്ട് അഡ്വാൻസ് എമൗണ്ടിനേക്കാളും വലുതായിരിക്കും. ഓക്കെ, അപ്പോൾ ഓക്കെ, അതിലേക്ക് പോകുന്നതിന് മുമ്പ് ജനറൽ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട്. അതായത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള ഒരു അഡ്വാൻസ് സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഫസ്റ്റ് ഒരു GL അക്കൗണ്ട് അഡ്വാൻസിന് വേണ്ടി ഉണ്ടാക്കിയിടാം. അതിപ്പോ നമ്മൾ ചെയ്തു. ഇനി നെക്സ്റ്റ് നമ്മളിപ്പോ ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കമ്പനിയിൽ അഡ്വാൻസ് ട്രാൻസാക്ഷൻ ഉണ്ടെന്ന് സെർവറിന് ഇതുവരെയായിട്ടും അറിയില്ല. അതായത് എല്ലാ വെൻഡറിന്റെയും അഡ്വാൻസ് സിറ്റുവേഷൻ വരികയാണെങ്കിൽ വെൻഡേഴ്സിന്റെ അഡ്വാൻസ് എമൗണ്ട് ഒരു അക്കൗണ്ടിലേക്കാണ് പോകേണ്ടത്. ആ രീതിയിലാണ് നമുക്ക് സെർവറിൽ കോൺഫിഗർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റെപ്പും കൂടി നമുക്ക് ഇവിടെ ഉണ്ടാവും. അതാണത്, ഡിഫൈൻ ഓൾട്ടർനേറ്റ് റീകൺസിലിയേഷൻ അക്കൗണ്ട്. ഓക്കെ, ഈ ഒരു സ്റ്റെപ്പിൽ വി ആർ കോൺഫിഗറിംഗ് ടു വിച്ച് അക്കൗണ്ട് ഓൾ വെൻഡർ അഡ്വാൻസ് ബാലൻസ് will be transferred. ഓക്കെ, സോ സെർവർ ലെവലിൽ നമ്മൾ ചെയ്യുന്ന കാര്യം, ഏത് അക്കൗണ്ടിലേക്കായിരിക്കും എല്ലാ വെൻഡേഴ്സിന്റെയും അഡ്വാൻസ് എമൗണ്ട് ട്രാൻസ്ഫർ ആവും. കാരണം ഇപ്പൊ നിലവില് നമ്മൾ ഈ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ, സെർവറിന് അറിയില്ല ഈ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഓക്കെ, അതിനായിട്ട് നമ്മൾ വരുന്ന OBYR എന്നുള്ള ടി കോഡിലാണ്. ഓക്കെ, ഈ OBYR വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡൗൺ പേയ്മെന്റ് ഓൺ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതാണ് ഡബിൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഈ ഡൗൺ പേയ്മെന്റ് ഓൺ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, അത് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സിസ്റ്റം നെക്സ്റ്റ് ചോദിക്കുന്ന ഇതാണ്, നിങ്ങളുടെ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ചെയ്തത് ഡബിൾ ക്ലിക്ക് ഡൗൺ പേയ്മെന്റ് ഓൺ കറണ്ട് അസറ്റ്. നെക്സ്റ്റ്
അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു വിൻഡോ വരും. സ്പെസിഫൈ ഓപ്പറേറ്റീവ് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ്. ഓപ്പറേറ്റീവിന്റെ കോഡ് കൊടുക്കുക, എന്റർ കീ പ്രസ് ചെയ്യാം. ഇങ്ങനൊരു പേജ് ആയിരിക്കും വരുന്നത്. ഇവിടെ റീകൺസിലിയേഷൻ അക്കൗണ്ട് ഉണ്ട്, സ്പെഷ്യൽ GL അക്കൗണ്ട്, 2 സ്പേസ് കിടപ്പുണ്ടാവും. ഓക്കെ, അപ്പോ റീകൺസിലിയേഷൻ അക്കൗണ്ട് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് എല്ലാ വെൻഡേഴ്സിന്റെയും എമൗണ്ട് ഏത് അക്കൗണ്ടിലാണ് ശേഖരിച്ചു വെക്കുന്നത്. അതാണ് നമ്മുടെ സൺട്രി ക്രെഡിറ്റർ അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ആ അക്കൗണ്ടാണ് ഇവിടെ റീകൺസിലിയേഷൻ അക്കൗണ്ടിൽ വെക്കേണ്ടത്. റീകൺസിലിയേഷൻ അക്കൗണ്ടില് സൺട്രി ക്രെഡിറ്ററും സ്പെഷ്യൽ GLല് അഡ്വാൻസ്ഡ് വെൻഡർ എന്നുള്ള അക്കൗണ്ട്. ഓക്കെ, അപ്പൊ റീകൺസിലേഷൻ അക്കൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റർ ലെഡ്ജർ, ഡൗൺ പേയ്മെന്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇനി ഇവിടെ ക്രെഡിറ്റർ ലെഡ്ജർ കൊടുക്കണം. നെക്സ്റ്റ്, ഇതാണെങ്കിൽ അഡ്വാൻസ് ലെഡ്ജർ ആണ്. ഓക്കെ, രണ്ടും രണ്ടാണ്. ഇത് റീകൺസിലേഷൻ എന്ന് പറയുന്ന ക്രെഡിറ്റർ, സ്പെഷ്യൽ GL എന്ന് പറയുന്ന സ്പെഷ്യൽ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന അക്കൗണ്ട്. ചിന്തിച്ച് നോക്കിയാൽ മതി. അഡ്വാൻസ് ലെഡ്ജർ ആയിരിക്കും രണ്ടാമത് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി ഇത് സേവ് ചെയ്യാം. ഓക്കെ, ഓക്കെ, അങ്ങനെ സ്ക്രീൻ സേവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറൽ ആയിട്ടുള്ള നമ്മുടെ സ്റ്റെപ്പ് ഒക്കെ തീർന്നു. ഇനി നെക്സ്റ്റ് സിറ്റുവേഷൻ ആണ് വെൻഡർ ഡൗൺ പേയ്മെന്റ് എന്ന് പറയുന്നത്. അതില് ആദ്യത്തെ സിറ്റുവേഷൻ ആണ് ഇത്. ഇൻവോയ്സ് എമൗണ്ട് ബിൽ എമൗണ്ട് അഡ്വാൻസ് എമൗണ്ടിനേക്കാളും ഗ്രേറ്റർ ആണ്. ഓക്കെ, ഫസ്റ്റ് സിറ്റുവേഷൻ ആണ്. ആദ്യം അഡ്വാൻസ് കൊടുക്കുന്നു. ഇനി നമ്മളിവിടെ സിറ്റുവേഷൻ പെയ്ഡ് റുപ്പീസ് 10,000. ഓക്കെ, 10,000 വെൻഡർ 2-ന് അഡ്വാൻസ് ആയിട്ട് കൊടുക്കണം. അപ്പൊ പുതിയൊരു വെൻഡർ ആണ് ഇവിടെ ഇപ്പോ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്റെ കമ്പനിയിൽ ഇപ്പോ വെൻഡർ 2 ഇല്ല. നിങ്ങളുടെ കമ്പനിയിലൊക്കെ വെൻഡർ 2 ഉണ്ടാവണം. തൽക്കാലം ഞാനിപ്പോ ഒരു വെൻഡറിനെ ക്രിയേറ്റ് ചെയ്യുന്നു. വെൻഡർ 2,
ഇപ്പോൾ വെൻഡർ 2 ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. വെൻഡർ പേയ്മെന്റ് ടു അഡ്വാൻസ് വെൻഡർ 10,000 അഡ്വാൻസ് ടു വെൻഡർ. ഓക്കെ, അപ്പോൾ ഇവിടെ വെൻഡർ ഡൗൺ പേയ്മെന്റ് അല്ലെങ്കിൽ അഡ്വാൻസ് റെക്കോർഡ് ചെയ്യുന്നത് പുതിയൊരു ടി കോഡാണ് F-48 എന്ന് പറയുന്ന ടി കോഡാണ്. വെൻഡർ 2 എന്റെ കമ്പനിയിൽ ഉണ്ടായിരുന്നില്ല, നിങ്ങളുടെ കമ്പനിയിൽ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഓൾറെഡി ഉള്ള വെൻഡറിനെ തന്നെ യൂസ് ചെയ്താൽ മതി. ഇനി നമ്മളിവിടെ കൊടുക്കുന്ന അഡ്വാൻസ് 10,000 രൂപ. ഓക്കെ, അപ്പൊ /NF-48 പോവാം. ഡേറ്റ് വെൻഡർ അഡ്വാൻസ്. ഇനി ഏത് വെൻഡർക്കാണ് അഡ്വാൻസ് കൊടുക്കുന്നത്? വെൻഡർ 2-നാണ് അഡ്വാൻസ് കൊടുക്കുന്നത്. അപ്പൊ വെൻഡർ 2 തന്നെ സെലക്ട് ചെയ്യാൻ വെൻഡർ മാർക്ക് വരുന്നത് വെൻഡർ 2. ഇനി അഡ്വാൻസിന്റെ ഡോക്യുമെന്റ് ആണെങ്കിൽ ഇവിടെ ഒരു ഫീൽഡ് റിക്വയർഡ് ആയിട്ട് കിടപ്പുണ്ടാവും. അതാണ് സ്പെഷ്യൽ GL ഇൻഡിക്കേറ്റർ. ഇത് കൊടുത്തു കഴിഞ്ഞാല് നമ്മൾ കുറച്ചൊക്കെ സെർവറിൽ ഒരു ജനറൽ കോൺഫിഗറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ അഡ്വാൻസും ഒരു അക്കൗണ്ടിലേക്ക് സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് OBYR എന്നുള്ള ടി കോഡിൽ ഒരു സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതില് കൊടുത്തിട്ടുള്ള അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിലാണ് ഇതില് A എന്ന് പറഞ്ഞ ഡൗൺ പേയ്മെന്റ് ഓൺ കറണ്ട് അസറ്റ് എന്നുള്ള ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കണം. സ്പെഷ്യൽ GL ഇൻഡിക്കേറ്റർ A കൊടുക്കാം. ഇനി അക്കൗണ്ട് ക്യാഷ് ആണ്, ക്യാഷ് സെലക്ട് ചെയ്യാം. എമൗണ്ട് എത്രയാണ് അഡ്വാൻസ് കിട്ടുന്നത്? 10,000 ആണ് അഡ്വാൻസ്. 10,000. ഓക്കെ, അപ്പൊ 10,000 അഡ്വാൻസ് കൊടുത്തു. ഇനി നമുക്ക് എന്റർ ക്യൂ പ്രസ് ചെയ്ത് നോക്കാം. പ്രസ് എന്റർ. സ്റ്റാർ പ്ലസ്. ഓക്കെ, ഇനി സ്ക്രീൻ സേവ് ചെയ്യാം. ആ ഒരു അഡ്വാൻസ് അവിടെ റെക്കോർഡ് ആയിട്ടുണ്ടാവും. ഇനി അഡ്വാൻസ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ട് എടുത്ത് നോക്കാം. FPL1N. ഓക്കെ, ഇനി ഇവിടെ നോക്കുമ്പോഴാണ് ഒരു പ്രശ്നമുള്ളത്. ഇപ്പോ ഇത് എന്റെ വെൻഡർ 2-ന്റെ കോഡാണ്. വെൻഡർ 2-ന്റെ കോഡില് ഓൾ ഐറ്റം സെലക്ട് ചെയ്തിട്ട് ഇവിടെ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ നോ ഐറ്റം സെലക്ടഡ് എന്നാണ് റിപ്പോർട്ടിൽ കാണുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ റിപ്പോർട്ടിൽ നമുക്ക് ബില്ലുകളുടെ ഇൻഫർമേഷൻ മാത്രം കാണിക്കും. അപ്പോ ഈ പേജിന്റെ തന്നെ താഴത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ നോർമൽ ഐറ്റം എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും, സ്പെഷ്യൽ GL ട്രാൻസാക്ഷൻ എന്നുള്ള ഓപ്ഷനും കിടപ്പുണ്ടാവും. ഇവിടെ സ്പെഷ്യൽ GL ട്രാൻസാക്ഷൻ എന്നുള്ള ഈ ഒരു ബട്ടൺ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോ വെൻഡർ റിപ്പോർട്ടില് ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കാം. സ്പെഷ്യൽ GL ട്രാൻസാക്ഷൻസ് അതൊന്ന് ടിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നോർമൽ ഐറ്റം മാറ്റിയിട്ട് സ്പെഷ്യൽ GL ട്രാൻസാക്ഷൻ എടുക്കാം. ഇനി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം പറയും വെൻഡറിന്റെ അഡ്വാൻസ് ഉണ്ട്, അല്ലാതെ റിപ്പോർട്ട് കാണിക്കില്ല. നോർമൽ ഐറ്റം അല്ല, ഇതൊരു സ്പെഷ്യൽ ട്രാൻസാക്ഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് സ്പെഷ്യൽ GL ട്രാൻസാക്ഷൻ എന്നുള്ള വിൻഡോ എടുത്തു കഴിഞ്ഞാലേ നമുക്ക് റിപ്പോർട്ട് കാണാൻ പറ്റും. ഓക്കെ, ഓക്കെ,
വെൻഡർ അഡ്വാൻസ് ആയിരിക്കും സ്ക്രീനിൽ കാണുന്നത്. ഇന്നിപ്പോ നമുക്ക് ഇത് വെച്ചൊന്ന് വൈൻഡപ്പ് ചെയ്യാം. അഡ്വാൻസ് അപ്പോൾ നിങ്ങൾ ആ ഒരു റിട്ടേൺ ചെയ്യേണ്ടി വരും, പിന്നെ ഈ അഡ്വാൻസ് ചെയ്യേണ്ടി വരും. അഡ്വാൻസ് ചെയ്ത് കഴിയുമ്പോൾ റിപ്പോർട്ടിൽ ഇതായിരിക്കും കാണുന്നത്. ഓക്കെ, അപ്പൊ ഇതുവരെയുള്ള PDF ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം, ചെയ്തു.